എരുമേലിക്ക് സമീപം മഞ്ഞളരുവി പ്രദേശത്ത് ആലക്കൽ സോജൻ്റെ ഭവനമാണ് അദ്ഭുത ദൃശ്യങ്ങൾക്ക് വേദിയായത്. ഗൃഹനാഥയായ സലോമി സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് അസാധാരണമായ സംഭവം നടന്നത്. വീട്ടിലുള്ള മാതാവിൻ്റെ ചിത്രത്തിന് മുൻപിൽ കുട്ടികളിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ചിത്രത്തിലെ മാതാവിൻ്റെ കണ്ണിൽ നിന്നും രക്തം വരുന്നത് കണ്ട ഇളയ കുട്ടി ആൽവിൻ സലോമിയെ വിവരമറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഈ സംഭവത്തിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും നിരവധി തവണ മാതാവിൻ്റെ കണ്ണിൽ നിന്നും രക്തം വരികയുണ്ടായി. തങ്ങളുടെ ഭവനത്തിലുണ്ടായ അദ്ഭുത ദൃശ്യത്തെപ്പറ്റി ഗൃഹനാഥയായ സലോമി പറയുന്നു. പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഈ ബ്ലഡ് വരുന്നതാണ്. അതിന് മുമ്പേ ഞങ്ങൾക്ക് ഈ മുല്ലപ്പൂവിൻ്റെ മണം പലപ്പോഴും ഇങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പള്ളിയിൽ വിളിച്ച് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ പൂവിൻ്റെ മണം വരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് മാതാവിൻ്റെ ആണ് മുല്ലപ്പൂവിൻ്റെ പ്രാർത്ഥിക്കുന്ന സമയത്തിന് അത് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങനെ രാവിലെ 6:30 ആയപ്പം പിന്നെ കൊച്ചിനെ ഇങ്ങനെ എനിക്ക് മേലായിരുന്നു, തലവേനയായിട്ട് ഞാൻ കിടക്കുമായിരുന്നു. അപ്പം കൊച്ചിനോട് പറഞ്ഞു, മോനെ നിങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കും. ഇവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞു. അന്നേരം കുഞ്ഞ് എണ്ണീറ്റ് ഇവന്മാരെ വിളിച്ചു, അച്ചു അപ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് വന്നപ്പം ഇവൻ കണ്ടില്ലാണ്ട് ഇരിക്കുന്ന പോലെ ഒന്ന് ഇവൻ പെട്ടെന്ന് ഇങ്ങനെ തൂത്തപ്പോൾ കൊണ്ടിട്ട് അതിൽ ബ്ലഡായിരുന്നു. ഇവൻ എടുത്തോണ്ടെന്ന് പറഞ്ഞു, മമ്മി എൻ്റെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നു, ചോര വരുന്നുണ്ട് മമ്മി, ഇല്ലാണ്ട് മാതാവിൻ്റെ കണ്ണിൽ നിന്ന് ചോരയായിരുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അത് ചോരയായിരുന്നു. പിന്നെ ഞാനത് ആരോടും പറഞ്ഞില്ല, അങ്ങനെ ഔട്ടാക്കാതെ തന്നെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അടുപ്പിച്ച് ഇങ്ങനെ 2 പ്രാവശ്യം വന്നപ്പോൾ ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് വിളിച്ച് ചോദിച്ച് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഫ്ലാഷ് ആക്കല്ലേ, പിന്നെ അത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. പക്ഷെ ഇന്നലെ രാത്രി ഇങ്ങനെ അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ അത് ശരിക്കും മാതാവിൻ്റെ തന്നെ ഒരു ഇതാണെന്നുള്ളത് ബോധ്യമായി. ശരിയാക്കി അത് മാറി. പിന്നെ ഇന്നലെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഒരു 3 മണി വരെ ശരിക്കും ഉണ്ടായിരുന്നു. 3 മണി കഴിഞ്ഞ് 6-7 മണി വരെ ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും അനുഭവസ്ഥരല്ലേ, കണ്ടതല്ലേ, നേരിട്ട് കണ്ടത്. എല്ലാവരും മാനസാന്തരപ്പെടാൻ, പൊതുവെ എല്ലാവർക്കും മാനസാന്തരപ്പെടാനുള്ള ഒരു പാവത്തിനടിയിലല്ലേ ഇപ്പം നമ്മളെല്ലാവരും കൂടെ പാവം ചെയ്ത് മൊത്തമേ പാവത്തിൻ്റെ ഇതിലായിരിക്കണം. അപ്പം എല്ലാവർക്കും മാനസാന്തരപ്പെടാനായിട്ടുള്ള ഒരു സന്ദേശമാണ് എല്ലായിടത്തും കിട്ടുന്നത്. പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം കിട്ടുന്നത് എനിക്കും അത് തന്നെ, മാനസാന്തരപ്പെടണം എന്നുള്ളൊരു